നമസ്കാരം, ഞാൻ സുബൈർ പട്ടേക്കൽ. ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കാന്തല്ലൂരാണ്. കാന്തല്ലൂർ, മൂന്നാർ ഉള്ള കാന്തല്ലൂർ. സമുദ്രനിരപ്പിൽ നിന്നും 5500 അടി മുകളിലുള്ള കാന്തല്ലൂർ എന്ന് പറയുന്ന പ്രദേശം വളരെ രസകരമായിട്ടുള്ള, വളരെ തണുപ്പ് ആയിട്ടുള്ള, സാധാരണ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള തണുപ്പിൽ നിന്നും തികച്ചും കൂടുതലാണ് ഇവിടെയുള്ള തണുപ്പ്. ഇപ്പോൾ കണ്ടല്ലോ, ഞങ്ങൾ ഒരുപാട് പേര് ഇപ്പോൾ എല്ലാം സ്വെറ്ററൊക്കെ ഇട്ടിട്ട് നല്ല തണുപ്പാണിപ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഉള്ളത്. സോ ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഓഫ് റോഡ് വഴിക്കുള്ള ട്രിപ്പാണ് ഞങ്ങളിന്ന് ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നിങ്ങളാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിന് തൊട്ട് തന്നെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അവിടുന്ന് താഴെ കിട്ടാ. ഞാൻ അങ്ങനെ കയ്യിൽ നിന്ന് വെക്കുമ്പോ മിസ്ബക്കാരണ്ട ആരുമില്ലല്ലോ, ആരുമില്ല. ഞാൻ 5 പേർക്കുള്ള ഇറങ്ങുമല്ലോ. ഇത് ക്യാരറ്റ് കൃഷിയാണ്. പുൽത്തൈലം ഉണ്ടാക്കുന്നത് അത് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. ഇത് ക്യാരറ്റ്, അങ്ങനെ ഒരുപാട് പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കാന്തല്ലൂർ. കേരളത്തിൽ തന്നെ ആപ്പിളും ഓറഞ്ചും തുടങ്ങി സ്ട്രോബെറി വരെ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക പ്രദേശമാണ് കാന്തല്ലൂർ. കുറഞ്ഞും കൂടി ഞാനൊരു വസന്തം തീർക്കും. ഞാൻ നല്ല ഫോട്ടോ ലൈക്ക് അടിക്കുന്നുള്ളൂ, പേപ്പർ പോലെ. ഒരു കടി കടിച്ചിട്ട് ഒരു നെക്ക് നോക്കിയത് എന്റെ സാധനം പിള്ളേട്ട്. ബ്ലാക്ക്ബെറി അല്ലേ? ബ്ലാക്ക്ബെറി, ബ്ലൂബെറി. ആപ്പിളാണ്. ഓറഞ്ചിലൂടെ വരുമ്പോൾ സെൽഫി എടുക്കണം.
കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവരങ്ങനെ തന്നെ വെക്കും. ഈ അടുപ്പില്ലാതെ നടക്കില്ല. ഈ അടുപ്പിലുണ്ടാക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. ഈ അടുപ്പിലെ ഈ ഗ്യാസിൽ വീട്ടിൽ പിന്നെ തീ കത്തിച്ച് കാന്തല്ലൂരിൽ നിന്ന് പിന്നെ ഒറ്റമല എന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര കോടയാണ്, നിങ്ങൾ ബാക്കിൽ കാണാം, കംപ്ലീറ്റ് കോടയാണ്. ഇവിടെ ഒരു പിന്നെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, നമ്മളത് കാണാനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഓഫ് റോഡാണ്. ഓഫ് റോഡ് മീൻസ് നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. ഓഫ് റോഡിൽ പകുതി ദൂരം ജീപ്പിലാണ് നമ്മൾ വന്നത്. അതിനുശേഷം ജീപ്പ് പോകാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. ശരിക്ക് ട്രക്കിംഗ് വെച്ചാൽ പക്ക ഓഫ് റോഡാണ്. അപ്പോൾ അങ്ങോട്ട് ഇപ്പം നമ്മൾ ഒരു 15-20 മിനിറ്റോളം നടന്നു പോകേണ്ട ഒരു സ്ഥലമാണ്. പലരും പല ഗ്രൂപ്പായിട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഭയങ്കര റിസ്ക്കിയാണ്. ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം വരണമെങ്കിൽ. ഇതാണ് ഓഫ് റോഡ്. റോഡ് മീൻസ് ശരിക്ക് ഒരുപാട് നടന്നു പോകാനുണ്ട്. എങ്കിലും വളരെ രസകരമായിട്ടുള്ളൊരു ട്രിപ്പാണ്. കാന്തല്ലൂർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാർ കൊണ്ടൊന്നും വന്നാലും നടക്കില്ല, കംപ്ലീറ്റ് ഓഫ് റോഡാണ്. ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ബാക്കിൽ കണ്ടില്ലേ ജീപ്പ്. ഒരു ദിവസം രാവിലെ ഒരു 7 മണിക്ക് നമ്മൾ ആ വണ്ടിയിൽ കയറുകയാണെങ്കിൽ വൈകിട്ട് നമുക്ക് 6 മണി വരെ, വൈകിട്ട് 6 മണി വരെ നമ്മൾ ഒരുപാട് ഭാഗങ്ങൾ അവർ കൊണ്ടുപോയി പിന്നെ കാണിക്കുന്നതാണ്. അതിനവർ ഈടാക്കുന്നത് 3000 രൂപയാണ്. അപ്പോൾ അതായിരിക്കും ഞാൻ പറയുന്നത്, ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഒറ്റയ്ക്ക് വന്നാലും നമ്മളൊരു കാറിൽ കൊണ്ടുവന്നാലോ ഇതുപോലെ ഒരു സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അത്രക്ക് ഓഫ് റോഡാണ്, കംപ്ലീറ്റ് ഓഫ് റോഡാണ്. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ കംപ്ലീറ്റ് ജീപ്പിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇത് അജു, നമ്മൾ ചിറ്റിലഞ്ചേരിയാണ്. അപ്പോൾ അജുവിൻ്റെ ഒരു പിന്നെ എന്താണ് ഇതും കൂടി പറയട്ടെ, അഭിപ്രായം കൂടി പറയട്ടെ. ട്രക്കിംഗ് ഇല്ല അതില്ല എന്നൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞാലും നമ്മൾ ഏകദേശം ഒരു 2-3 കിലോമീറ്റർ താണ്ടിയിട്ട് ഒറ്റമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. നല്ലൊരു അനുഭവം തന്നെയാണ് ഇവിടെ. ഒറ്റമലയിൽ നമുക്ക് ഒരുപാട് ദൂരം നടക്കാനുണ്ട്. ജീപ്പിൽ നല്ലതായിട്ടുള്ള അനുഭവങ്ങളാണ്. എന്തായാലും എല്ലാവരും വന്നു വരുന്നു, കാണുന്നത് നല്ലതാണ്. ഇന്നത്തെ ട്രക്കിംഗ് അവസാനിച്ചു. ഇന്നിപ്പോൾ നമ്മൾ തിരിച്ചു പോകണം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒറ്റമല എന്ന സ്ഥലത്തൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റമല എന്ന സ്ഥലം വ്യൂ പോയിൻ്റാണ്, വളരെ കാണാൻ രസമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ പിന്നെ സ്ഥലം കഴിഞ്ഞു തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക, ജർക്കിന് അതുപോലെ സ്വെറ്ററോ ഇല്ല, അതുപോലെ ക്യാപ്പ്, ഗ്ലൗസ് അങ്ങനെയുള്ളത് കരുതണം. കാരണം നല്ല തണുപ്പുള്ള ഏരിയയാണ്, വളരെ തണുപ്പ് കൂടിയ സ്ഥലമാണ്. അതിൽ കോട വളരെ നിറയെ കോടയുണ്ട്. സോ പിന്നെ ഇപ്പോൾ ഇന്ന് ഞാൻ കവർ ചെയ്തത് ഒറ്റമലയും ഒറ്റമല വ്യൂ പോയിൻ്റ്, അതുപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഫ്രൂട്ട്സിൻ്റെ ഒരു ഗാർഡനാണ്. നമ്മളിപ്പോൾ കണ്ടല്ലോ, ഓറഞ്ച് ഇതൊക്കെയുള്ള ഫ്രൂട്ട്സിൻ്റെ ഗാർഡനാണ്. അതാണിപ്പോൾ ഇന്നത്തെ വ്ളോഗിന് ഞാൻ പിന്നെ കാണിച്ചിട്ടുള്ളത്. ഇനി ഇന്നിപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ട് റൂമിൽ പോയിട്ട് ഇന്ന് താമസിച്ചിട്ട് ഇന്നത്തെ പിന്നെ കഴിഞ്ഞു. ഇനി നാളത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഇതിൽ സംശയങ്ങളോ ഇല്ല എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പിന്നെ കമൻറ്റ് ചെയ്യുക. ഇനി അപ്പോൾ നാളെ അടുത്ത വീഡിയോ. ഓക്കെ, ബൈ.